പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെ ഫോട്ടോഷോപ്പ് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. അപ്പം നിങ്ങൾ തമ്പനയിലിൽ കണ്ട പോലെ ഈ ഫോട്ടോഷോപ്പ് ഗൈസ് ശരിക്കും ഫോട്ടോഷോപ്പ് ഇത് ഒറിജിനൽ ഫോട്ടോഷോപ്പ് തന്നെയാണ്. അപ്പം ഞാനിപ്പം പ്രിവ്യൂ കണ്ട പോലെ തന്നെ നിങ്ങൾക്കിത് മൊബൈലിൽ നല്ല ഈസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിലൊക്കെ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കും. ഫോട്ടോഷോപ്പ് വലിയ എന്തോ കാര്യമെന്ന് വിചാരിച്ചാണ് എല്ലാവരും ഇരിക്കുന്നത്. ഗൈസ് ഇത് നമുക്ക് വെറും ഫോണിൽ ഡൗൺലോഡ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ ഇത് പകുതി ആൾക്കാർക്കും ഇത് അറിയത്തില്ല ഈ ഫോട്ടോഷോപ്പ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഫോട്ടോഷോപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടാൽ മാത്രം ഗൈസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലാതെ വീഡിയോ മുഴുവൻ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇത് പ്ലേ സ്റ്റോറിലല്ല ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ് ഈ സൈറ്റ്. അപ്പോൾ നിങ്ങൾ ഇത് വീഡിയോ മുഴുവൻ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തിരിയില്ല ഗൈസ്. നിങ്ങൾ മുഴുവൻ വീഡിയോ കാണണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ് അപ്പോൾ ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഉള്ള ആപ്ലിക്കേഷൻ അല്ല, ഇതിപ്പോൾ ഗൂഗിളിൽ നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ആദ്യം നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ സെർച്ച് ബാറിൽ ഞാനിപ്പോൾ പറയുന്ന പോലെ സെർച്ച് ചെയ്യുക. ഞാൻ പറയുന്ന പോലെ സെർച്ച് ചെയ്താൽ മാത്രം കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ പറയുന്നത് പോലെ അഡോബ് ഫോട്ടോഷോപ്പ് ഫോട്ടോപ്പിയ എന്ന പേരിലാണ് ഗൂഗിളിൽ ഇട്ടേക്കുന്നത്. അപ്പം നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോപ്പിയ ഡൗൺലോഡ് ഇൻ മൊബൈൽ എന്ന് സെർച്ച് ചെയ്താൽ മാത്രമേ ഞാനിപ്പോൾ പറയുന്ന സൈറ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾ ഫോട്ടോപ്പിയ ഡൗൺലോഡ് ഇൻ മൊബൈൽ എന്ന് തന്നെ സെർച്ച് ചെയ്താൽ മാത്രം നിങ്ങൾക്കിത് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ ഡൗൺലോഡ് ഇൻ മൊബൈൽ എന്ന് സെർച്ച് ചെയ്യുക. അപ്പം നിങ്ങൾ ലോഡാക്കി കഴിയുമ്പോഴത്തേനും ആദ്യമായി നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു സൈറ്റ് കാണാനായിട്ട് സാധിക്കും. ഈ സൈറ്റിൽ മാത്രം ഈ ഫോട്ടോപ്പിയ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പം നമ്മൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് താഴോട്ട് പോകുമ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫിംഗേഴ്സ് ഉപയോഗിച്ച് താഴോട്ട് പോവുക. അപ്പോൾ ഇവിടെ ഫോട്ടോപ്പിയ എന്ന് പറഞ്ഞൊരു പേജ് നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. ആ ഫോട്ടോപ്പിയ എന്ന് പറഞ്ഞ പേജിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലോട്ട് ഇതിട്ട് സേവ് ആവുന്നതാണ്. അപ്പം നിങ്ങൾ ഡൗൺലോഡ് ബട്ടണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പം നിങ്ങളുടെ ഫോണിലോട്ട് അത് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അപ്പം ഞാനിത് ഫോണിലോട്ട് നേരത്തെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഡൗൺലോഡ് ചെയ്ത് കാണിക്കാത്തത്. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇത് വർക്കിംഗ് ആയി ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ നേരെ ഫോട്ടോഷോപ്പ് നമ്മുടെ ഫോണിൽ തുറക്കുവാണ്. അപ്പം ഫോട്ടോഷോപ്പ് തുറന്നു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത്. ശരിക്കും വർക്കിംഗ് ആണ്. ഫോട്ടോഷോപ്പിലുള്ള എല്ലാ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് വർക്കിംഗ് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഫയൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾ കമ്പ്യൂട്ടർ പോലെ തന്നെ ഗ്യാലറിയിലുള്ള ഫോട്ടോസ് ഇങ്ങോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഫയൽസ് ഓപ്പൺ ചെയ്തിട്ട് ഏത് ഫോട്ടോ വേണമെങ്കിലും നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിലോട്ട് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ആ വീഡിയോ കാണുവാണെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഫോട്ടോഷോപ്പ് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തു. അപ്പം നമ്മൾക്ക് ഫോട്ടോഷോപ്പ് ചെയ്യുന്ന പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യുകയും കളർ ഫിൽറ്റർ ചെയ്യുകയും അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ്, ഓട്ടോ ട്യൂൺ, അങ്ങനെ ഇഷ്ടം പോലെയുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ബ്ലർ ടൂള്, ഗ്രേഡിയൻ്റ് ടൂള്, ഷാർപ്പൻ ടൂള്, സ്മഡ്ജ് ടൂള്, അങ്ങനെ ഇഷ്ടം പോലെ ടൂൾസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ഇനി നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് ഒബ്ജക്റ്റ് സെലക്ഷൻ, ക്വിക്ക് സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് ഫോട്ടോഷോപ്പിൽ മാത്രം ചെയ്യാൻ വേണ്ടി പറ്റാറുള്ളൂ. അപ്പോൾ ഇത് നമുക്കിപ്പം ഫോണിലോട്ടും കൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ ഓപ്ഷൻസും വെച്ച് നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ നിങ്ങളുടെ ഫോണിലോട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇവിടെ മോർ ഓപ്ഷൻസ്, ബ്രഷ് ടൂൾ, അങ്ങനെ ഇഷ്ടമുള്ള ടൂൾസുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഇത് വർക്കിംഗ് ആണോ എന്ന് നിങ്ങൾക്ക് നോക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യുന്നതൊക്കെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യുന്നതൊക്കെ നല്ല പോലെ എറേസ് ചെയ്യുന്നത്. ഈ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെന്നല്ല, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഫോട്ടോഷോപ്പ് ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഗൈസ്. നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ ക്രോമിൽ ചെന്ന് ഈ ഫോട്ടോഷോപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക ഗൈസ്. ഇത് നിങ്ങൾക്ക് വർക്കിംഗ് ആണെങ്കിൽ ഈ വീഡിയോൻ്റെ അടി കമൻറ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ.